കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു ബൈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സിറ്റിംഗ് സീറ്റുള്ള ഒരു സ്ഥലത്ത് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്ത് കെട്ടിവെച്ച കാശ് പോലും ഡെപ്പോസിറ്റ് പോലും കിട്ടാതെയാണ് പരാജയപ്പെട്ടത്. അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പുകൾ ഗുജറാത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് അവിടെ ഉണ്ടായത്. അത് കഴിഞ്ഞ് 3 നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വന്നു. അവിടെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് വന്നത്. ഇപ്പം ഈ യാത്ര ഹിമാചൽ പ്രദേശിൽ കൂടെ പോയി പോലുമില്ല, പക്ഷേ അവിടെ ജയിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ പെട്ടെന്ന് കർണാടകയിൽ ഒരു വിജയം വന്നു. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ എന്നും അവരുടെ നിലപാട് എന്നും അവരുടെ ഒരു സ്റ്റാൻസ് ഇങ്ങനെയാണ്. അതായത് എന്തെങ്കിലും ജയിച്ചാൽ അത് രാഹുൽ ഗാന്ധി കാരണമാണ്, പക്ഷെ തോറ്റാൽ അത് ലോക്കൽ ലീഡേഴ്സ് കാരണമാണ്. അപ്പൊ ഇപ്പോ ട്രോളുകളിൽ ഏൽക്കേണ്ടി നിറയുന്നുണ്ട്. ഇപ്പം BJP നേതാക്കൾക്ക് കിട്ടുന്ന ശ്രദ്ധയെ കാട്ടി അങ്ങക്ക് പല രീതിയിലും ട്രോളും സാമൂഹ്യ മാധ്യമങ്ങളിലെ ആക്രമണവും ഒക്കെ നടക്കാറ്. ഇത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഞാൻ പോസിറ്റീവായിട്ടാണ് അത് കാണുന്ന കാര്യം. പലതും കാണുമ്പോൾ ഞാൻ തന്നെ ചിലപ്പോൾ ചിരിക്കും. വളരെ ചില ഈ ട്രോളൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അവരെല്ലാം ഈ സ്കില്ലൊക്കെ മറ്റ് മേഖലയിലും ഉപയോഗിച്ചാൽ ഈ രാജ്യത്തിന് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരുപക്ഷെ ശ്രീ രാഹുൽ ഗാന്ധി പോലും അങ്ങയുടെ പേരെടുത്ത് അദ്ദേഹത്തിന്റെ ഈ അദാനി ട്വീറ്റിൽ ഈ അനിൽ എന്ന പേരെടുത്ത് പറയുമ്പോൾ ബാക്കി നേതാക്കളുടെ വലിപ്പത്തിലേക്ക് കുറെ കൂടെ യുവാവായി അങ്ങേ ഉയർത്തുകയല്ലേ ചെയ്തത് യഥാർത്ഥത്തിൽ? ആ ട്വീറ്റ് കണ്ടപ്പോൾ ശരിക്കും ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. അതായത് അദ്ദേഹം 4 വളരെ മുൻനിരയിലുള്ള നേതാക്കൾ, ഒന്ന് ഗുലാം നബി സാബ്, മറ്റേത് ഹേമന്ത ബിശ്വ ശർമാജി, ജ്യോതിരാദിത്യജി, അതുപോലെ കിരൺ കുമാർ റെഡ്ഡിജി, അതിൽ 3 പേര് പഴയ മുഖ്യമന്ത്രിമാരും മറ്റേ ഒരാൾ ഒരുപാട് കൊല്ലം കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിയുമാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും കൂടെ വെച്ചത് കണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത്. പക്ഷേ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് രാഹുൽ ഗാന്ധിയുടെ ഇമ്മച്യൂരിറ്റിയാണ് കാണിക്കുന്നത്. ഇദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുൻ അധ്യക്ഷൻ. ഇതൊരുമാതിരി ഓൺലൈൻ ട്രോളിനെ പോലെ പെരുമാറുന്നത് അദ്ദേഹത്തിന് നല്ലതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അദ്ദേഹം ഇങ്ങനെയൊക്കെയാണ്. ഇനി 2-3 കുറെ കൂടെ ഷാർപ്പായ ചോദ്യങ്ങൾ. ശ്രീ ശശി തരൂർ കേരളത്തിന്റെ നേതൃനിരയിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ ഉയർത്തിക്കാണണമെന്ന് ആഗ്രഹിക്കുന്ന ശ്രീ രാഘവൻ സാറിനെ പോലുള്ള ആൾക്കാരും ഒക്കെയുണ്ട്. ശശി തരൂർ വന്നാൽ കേരളത്തിൽ BJPക്ക് അത് വലിയൊരു തിരിച്ചടിയാവും എന്ന് കാഴ്ചപ്പാടുണ്ടോ? ശ്രീ ശശി തരൂർ ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാക്കളിൽ ഒന്നാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് എനിക്കിന്നും വളരെ ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല, എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം മലയാളികളും അംഗീകരിക്കുന്ന ഒരു കാര്യം, അതായത് ഡോക്ടർ ശശി തരൂരിനെ പാർട്ടി വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല, അദ്ദേഹത്തിനോട് നീതി കാണിക്കുന്നില്ല. ഇപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞ ഡോക്ടർ ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ എന്നുള്ളത് എൻ്റെ വിശ്വാസത്തിൽ കോൺഗ്രസിനകത്ത് നടക്കാൻ പോകുന്ന കാര്യമല്ല. കാര്യം കോൺഗ്രസ് രീതികൾ എനിക്ക് വളരെ നന്നായിട്ടറിയാം. അദ്ദേഹത്തിനോട് നീതി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം തീർച്ചയായിട്ടും വളരെ നല്ലൊരു നേതാവാണ്. അദ്ദേഹത്തിനെ പോലത്തെ ഒരാൾ മുന്നോട്ട് വന്നാൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നത്തെ സന്ദർഭത്തിൽ അത് നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.